നമസ്കാരം, KCV ന്യൂസിലേക്ക് സ്വാഗതം. ഞാൻ AC ഷോബി. പ്രധാന വാർത്തകൾ. അടച്ചുപൂട്ടുന്ന ബാറുകളും ബിവറേജുകളും, വ്യാപകമാകുന്ന കള്ളവാറ്റും കഞ്ചാവും. അസംബന്ധമാകുന്ന കോടതി വിധികൾ. കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിച്ചത് ഏറ്റവും വലിയ അസംബന്ധമെന്ന് നിയമ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ NK ജയകുമാർ. കർഷകർക്ക് കൂനിൽ മേൽക്കുരുവായി മില്ലുകാരുടെ നെല്ല് കിഴിവ്. ഒരു കിൻഡലിൽ 10 മുതൽ 13 കിലോ വരെ നെല്ല് കുറയ്ക്കുന്നതായി പരാതി. വാർത്തകൾ വിശദമായി. ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിൽ വ്യാജമാറ്റും കഞ്ചാവും മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളുടെ വിപണനവും ശക്തിയാർജിച്ചു. ഇവയുടെ വ്യാപനം തടയുവാൻ ശക്തമായ പരിശോധനയാണ് എക്സൈസും പോലീസും നടത്തുന്നത്. വ്യാജമാറ്റിനും ഊറ്റിക്കൊടുപ്പിനും പിന്നിൽ ജോലി നഷ്ടപ്പെട്ട ബാർ തൊഴിലാളികളാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥരുടെ ഭാഷ്യം. മദ്യം നിരോധിക്കുന്നതോടെ കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങൾ അരങ്ങുവാഴും എന്നാണ് വിലയിരുത്തൽ. കഴിഞ്ഞ ഒരു മാസത്തിനുള്ളിൽ ആലപ്പുഴ ജില്ലയിൽ നിന്നും എക്സൈസ് 120 കേസുകളാണ് എടുത്തത്. ഇതിൽ 111 അബ്കാരി കേസും 10 മയക്കുമരുന്ന് കേസുമാണ് ഉണ്ടായിരുന്നത്. ഇതിനു പിന്നിൽ പ്രവർത്തിച്ച 136 പേരെ നിയമത്തിന് മുമ്പിൽ കൊണ്ടുവരാനും എക്സൈസ് ഡിപ്പാർട്ട്മെന്റിന് സാധിച്ചു. ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് പോലുള്ള പ്രദേശം വ്യാജവാറ്റിന് അനുയോജ്യമാണെന്നാണ് എക്സൈസ് ഉദ്യോഗസ്ഥർ തന്നെ തുറന്ന് സമ്മതിക്കുന്നത്. ജാഗ്രത പോയൊരു യാനവും കയ്യിലുള്ള 5-6 ഗാർഡുമാരെയും വെച്ച് എന്ത് ചെയ്യാനാകുമെന്നാണ് കുട്ടനാട് എക്സൈസ് റേഞ്ച് ഓഫീസിലെ ജീവനക്കാരുടെ ചോദ്യം. കുട്ടനാട്ടിലെ വ്യാജവാറ്റിന്റെ തലസ്ഥാനം എന്നറിയപ്പെടുന്നത് R ബ്ലോക്ക് പ്രദേശമാണ്. ഇവിടെ പേരിന് പോലും എക്സൈസോ പോലീസോ എത്താറില്ലെന്ന് വ്യാജവാറ്റ് സംഘത്തിലെ തന്നെ അംഗങ്ങൾ തുറന്നു പറയുന്നു. ബാറുകൾ പൂട്ടിയ സാഹചര്യത്തിൽ ആലപ്പുഴ ജില്ലയിലെ ഹൗസ് ബോട്ട് ജീവനക്കാരുടെ ആശ്രയ കേന്ദ്രങ്ങളായി ഇത്തരം വ്യാജവാറ്റ് സംഘങ്ങളുടെ സങ്കേതങ്ങൾ മാറിക്കഴിഞ്ഞു. മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞ സാഹചര്യത്തിൽ കഞ്ചാവ് മയക്കുമരുന്ന് സംഘങ്ങൾ ആലപ്പുഴ ജില്ലയിലെ പല ഭാഗങ്ങളിലും വേരുറപ്പിക്കുകയാണ്. മദ്യത്തിന്റെ ലഭ്യത കുറഞ്ഞതും വില വർദ്ധിച്ചതും മൂലം പലരും കഞ്ചാവിലേക്കും മറ്റു മയക്കുമരുന്ന് ഉൽപ്പന്നങ്ങളിലേക്കും അഭയം പ്രാപിക്കുകയാണ്. കുറഞ്ഞ ചിലവിൽ കൂടുതൽ വീര്യം ലഭിക്കും എന്നത് തന്നെയാണ് ഇതിന് പിന്നിലെ രഹസ്യം. എക്സൈസ് ഡിപ്പാർട്ട്മെന്റിലെ ഏറെ നാളത്തെ ആവശ്യമായിരുന്നു സിഗരറ്റ്, പുകയില ഉൽപ്പന്നങ്ങൾ പിടികൂടിയാൽ കേസെടുക്കാൻ അധികാരം നൽകുക എന്നത്. ഈ അധികാരം ഡിപ്പാർട്ട്മെന്റിന് ലഭിച്ച ശേഷം യാതൊരു തിരച്ചിലുകളും നടത്തുന്നില്ല എന്നതാണ് വാസ്തവം. സ്കൂളുകൾക്ക് 100 മീറ്റർ പരിധിയിൽ പുകയില ഉൽപ്പന്നങ്ങൾ വിൽക്കരുതെന്നാണ് നിയമം. എന്നാൽ ഈ നിയമത്തെ കാറ്റിൽ പറത്തിക്കൊണ്ടാണ് പല സ്ഥലങ്ങളിലും പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം നടക്കുന്നത്. കാവാലം, പുളുങ്ങുന്ന്, കിടങ്ങറ, രാമങ്കരി തുടങ്ങിയ പ്രദേശങ്ങളിൽ പുകയില ഉൽപ്പന്നങ്ങളുടെ കച്ചവടം പരസ്യമായി തന്നെ നടക്കുന്നു. ഇവ നിയന്ത്രിക്കേണ്ട അധികാരികളാവട്ടെ ഇതൊന്നും കണ്ട ഭാവം നടിക്കുന്നില്ല. സാനു കെ സജീവ്, KCV ന്യൂസ്. ക്യാമ്പസുകളിൽ അരാഷ്ട്രീയവാദത്തിനാണ് പ്രാമുഖ്യം നൽകുന്നതെന്ന നിയമ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ NK ജയകുമാർ. ഏറ്റവും അസംബന്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒന്നാണ് കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിച്ച കോടതി വിധിയെന്നും ജയകുമാർ. CK ചന്ദ്രപ്പൻ സെന്റർ ഫോർ സോഷ്യൽ ജസ്റ്റിസ് ആലപ്പുഴ ജില്ലാ കമ്മിറ്റി സംഘടിപ്പിച്ച CK ചന്ദ്രപ്പൻ സ്മാരക പ്രസംഗ മത്സരം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കഴിവും അർപ്പണബോധവുമുള്ള ചെറുപ്പക്കാർ ഇതിലേക്ക് കടന്നു വരണം. നമ്മുടെ ക്യാമ്പസുകളിൽ എന്താ സംഭവിക്കുന്നത്? ഇപ്പൊ അവിടെ അരാഷ്ട്രീയവാദത്തിനാണ് പ്രാമുഖ്യം. നമ്മുടെ കേരള ഹൈക്കോടതി ഒരുപക്ഷെ അവിടെ എഴുതിയിട്ടുള്ളതിൽ ഏറ്റവും അബദ്ധം എന്ന് വിശേഷിപ്പിക്കാവുന്ന ഒരു വിധിന്യായത്തിലൂടെ പറഞ്ഞത് ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല. ക്യാമ്പസുകളിൽ രാഷ്ട്രീയം പാടില്ല എന്ന് വിധിച്ച ഹൈക്കോടതി അല്ലെങ്കിൽ അതിനെ പിന്നീട് ശരിവെച്ച സുപ്രീം കോടതി ഈ രാഷ്ട്രീയം എന്ന പദത്തിന്റെ അർത്ഥം എന്താണ് എന്ന് നിർവചിക്കാൻ മെനക്കെട്ടിട്ടില്ല. രാഷ്ട്രീയമില്ലാതെ എങ്ങനെ നമ്മുടെ രാജ്യത്തിന്റെ ജനാധിപത്യം നിലനിൽക്കുക? രാഷ്ട്രീയം എന്തെന്ന് മനസ്സിലാക്കുകയും അതിൽ ഭാഗഭാഗികളാകുകയും ചെയ്യാത്ത യുവതലമുറയാണ് നമ്മുടെ രാജ്യത്ത് വളർന്നു വരുന്നതെങ്കിൽ നാളെ നമ്മുടെ ജനാധിപത്യത്തിന്റെ ഭാവി എന്തായിരിക്കും? തീർച്ചയായിട്ടും ഇരുകടഞ്ഞ ഭാവിയായിരിക്കും. ആലപ്പുഴ YMCA ഹാളിൽ കോളേജ് വിദ്യാർത്ഥികൾക്കായാണ് മത്സരം സംഘടിപ്പിച്ചത്. അഡ്വക്കേറ്റ് B മോഹൻദാസ് അധ്യക്ഷത വഹിച്ചു. അഡ്വക്കേറ്റുമാരായ ജോയ്ക്കുട്ടി ജോസ്, S ഗണേഷ് കുമാർ, ബാബു ആന്റണി, PP ഗീത, JNC ദാസ് തുടങ്ങിയവർ സംസാരിച്ചു.
മില്ലുകാർക്കുള്ള കിഴിവും കൂടിയായപ്പോൾ കർഷകരുടെ നഷ്ടം പൂർണ്ണമായി. രണ്ടാം കൃഷി നെല്ലിൽ നിർദ്ദിഷ്ട മാനദണ്ഡങ്ങളെക്കാൾ പതിരും ഈർപ്പവും കേടുപാടുകളും ഉണ്ടെന്നാരോപിച്ചാണ് മില്ലുകാരുടെ കൊള്ള. കൃഷിച്ചിലവുകൾ അധികരിക്കുകയും വെള്ളപ്പൊക്കം മൂലം ഉൽപാദനം കുറഞ്ഞുമിരിക്കുന്ന സാഹചര്യത്തിൽ മില്ലുടമകളുടെ പകൽക്കൊള്ള കർഷകർക്ക് ഇരുട്ടടിയായി. കിഴിവ് നൽകിയില്ലെങ്കിൽ നെല്ലെടുക്കാതെ മടങ്ങുമെന്ന ഭീഷണിയെ തുടർന്ന് മില്ലുടമകളുടെ ആവശ്യം അംഗീകരിക്കുകയാണ് മിക്ക കർഷകരും. കാലം തെറ്റിയെത്തുന്ന മഴയും കൂടിയായതോടെ എത്രയും വേഗം നെല്ല് വിറ്റുമാറിയാൽ മതിയെന്നാണ് കർഷകരും പറയുന്നത്. ഒരു കിൻഡലിൽ 10-12 വരെ കിലോ തൂക്കമാണ് മില്ലുടമകൾ കുറയ്ക്കുന്നത്. എന്നാൽ ഇതിനെതിരെ ശബ്ദമുയർത്താൻ കർഷക സംഘടനകൾ ഒന്നും രംഗത്ത് വരുന്നുമില്ല. സപ്ലൈകോ ഉദ്യോഗസ്ഥരുടെ പിൻബലത്തിലാണ് മില്ലുടമകളുടെ പിടിവാശിയെന്നും ആരോപണം ഉയരുന്നുണ്ട്. ഇപ്രാവശ്യത്തെ രണ്ടാം കൃഷിയിൽ നിന്നും 40,000 ടൺ നെല്ല് സംഭരിക്കാനാണ് സപ്ലൈകോ പദ്ധതിയിട്ടിരിക്കുന്നത്. എന്നാൽ 3 വെള്ളപ്പൊക്കങ്ങളെയും തുടർച്ചയായ കനത്ത മഴയെയും നേരിട്ട് കൃഷി വിജയിപ്പിച്ചെടുത്ത 10,000 ഹെക്ടർ ഭൂമിയിൽ നിന്നാണ് ഇത്രയും നെല്ല് പ്രതീക്ഷിക്കുന്നത്. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതി പ്രകാരം പുതിയ കണക്ഷന് വേണ്ടി അപേക്ഷിക്കുന്ന BPL-കാർക്ക് സൗജന്യ വൈദ്യുതി കണക്ഷൻ നൽകുമെന്ന് മന്ത്രി ആര്യാടൻ മുഹമ്മദ്. പുനരാവിഷ്കൃത ഊർജ്ജ വികസന പരിഷ്കരണ പദ്ധതി പ്രകാരമുള്ള പ്രവൃത്തികൾ 2015 മെയ് 30-നകം പൂർത്തിയാക്കണമെന്നും വൈദ്യുതി മന്ത്രി ആര്യാടൻ മുഹമ്മദ് പറഞ്ഞു. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ പദ്ധതി അവലോകന യോഗത്തിൽ അധ്യക്ഷത വഹിച്ച് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. അതിന്റെ വർക്ക് ഇവിടെ കംപ്ലീറ്റ് ചെയ്തിട്ടില്ല. അതിൽ 28.81 കോടിന്റെ വർക്കാണ് ഇപ്പം നടന്നത്. അതിൽ ആലപ്പി 24.26%, അതുപോലെ അരൂര് 70.98%, ചേർത്തല മുനിസിപ്പാലിറ്റി 81.27%, കായംകുളം 78.73% ഇപ്പോൾ അച്ചീവ് ചെയ്തത്. രാജീവ് ഗാന്ധി ഗ്രാമീണ വൈദ്യുതീകരണ യോജന വർക്ക് ഇപ്പം നടന്നുകൊണ്ടിരിക്കുകയാണ്. 89 കോടി റുപ്യ 2 കൊല്ലം മുമ്പ് കേന്ദ്ര ഗവൺമെന്റ് ഈ തിരുവൊച്ചു ജില്ലയിലേക്ക് അനുവദിച്ചു, 7 ജില്ലക്ക്. അതിന്റെ വർക്കാണ് ഇപ്പം നടന്നുകൊണ്ടിരിക്കുന്നത്. അത് നവംബർ 15 കൂടി പൂർത്തീകരിക്കും. ഇപ്പൊ ഈ ജില്ലയിൽ, റവന്യൂ ജില്ലയിൽ പെൻഡിംഗ് ആയ അപ്ലിക്കേഷൻസ് ഒന്നുമില്ല. KC വേണുഗോപാൽ MP, G സുധാകരൻ MLA, AM മാരിഫ് MLA, മേഴ്സി ഡയനോ മാസഡോ, ജില്ലാ കളക്ടർ N പത്മകുമാർ, B ബാബു പ്രസാദ്, KSEB ചെയർമാൻ N ശിവശങ്കർ തുടങ്ങിയവർ സംസാരിച്ചു. വർഷങ്ങളായി തകർന്നു കിടക്കുന്ന മുട്ടാർ പുളിക്കീക്കളം പാലം മുതൽ മണൽ കലുങ്ക് വഴി ദീപാ ജംഗ്ഷൻ വരെയുള്ള റോഡ് പുനരുദ്ധരിക്കുന്നു. സഹായ് നേതൃത്വത്തിലുള്ള ആദർശ് സ്വയം സഹായ സംഘത്തിന്റെയും സൂര്യ ബാലജൻ സംഘത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിലാണ് ഞായറാഴ്ച പുനരുദ്ധാരണം നടക്കുക. ഇടവേളയ്ക്ക് ശേഷം വാർത്തകൾ തുടരും. KCB വാർത്തകൾ നിങ്ങൾക്കായി അവതരിപ്പിക്കുന്നത് മനോഹരമായൊരു വീട് നമ്മുടെ എല്ലാം സ്വപ്നമാണ്. നിങ്ങളുടെ സ്വപ്ന ഭവനങ്ങളെ മനോഹരമാക്കാൻ ഇതാ സിമ്പിൾ ഷാലിമാർ സൂപ്പർ ബ്രാൻഡ് ടൈലുകളുടെയും ഗ്രാനൈറ്റിന്റെയും വിസ്മയ ലോകം. വിപുലമായ സ്റ്റോക്ക്, ഫാസ്റ്റ് സർവീസ്, 100% ഗുണമേന്മ, ഇവയൊക്കെ നിലനിർത്തുന്നതുകൊണ്ട് ഞാൻ പറയുന്നു ഷാലിമാർ. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, സ്വപ്ന ഭവനത്തിന് ഇവിടെ പൂർണ്ണത. ഷാലിമാർ മാർബിൾസ് ആൻഡ് ഗ്രാനൈറ്റ്, മണിക്കച്ചിറ, AC റോഡ്, ചങ്ങനാശ്ശേരി. സ്വപ്ന ജ്വല്ലറി ചങ്ങനാശ്ശേരി, സംശുദ്ധിയുടെ അരനൂറ്റാണ്ട് കാലത്തെ പാരമ്പര്യം. ചങ്ങനാശ്ശേരിയിലെ ആദ്യത്തെ 916 ഹോൾമാർക്ക് സ്വർണ്ണാഭരണശാല. ഉയർന്നുവരുന്ന സ്വർണ്ണവിലയ്ക്ക് ആശ്വാസമായി സ്വപ്ന ജ്വല്ലറി ഒരുക്കുന്നു സ്വപ്നനിധി സ്വർണ്ണ സമ്പാദ്യ പദ്ധതി. തവണകളായി അടയ്ക്കുന്ന തുക അതാത് ദിവസത്തെ സ്വർണ്ണവിലയിലേക്ക് മാറ്റി നിശ്ചയിക്കുന്നതിനാൽ പിന്നീടുണ്ടാകുന്ന വിലവർദ്ധനവ് നിങ്ങളെ ബാധിക്കുന്നില്ല. 250 രൂപ മുതൽ വരുന്ന 18 തവണകളാണ് സ്വപ്നനിധിക്കുള്ളത്. സ്വപ്ന ജ്വല്ലറി, സ്വപ്ന ബിൽഡിംഗ്, ചങ്ങനാശ്ശേരി. എന്റെ മോഹനേട്ടാ, എളുപ്പ വഴികളും കുറുക്കു വഴികളും നോക്കി പോകുമ്പോഴാ നമ്മളെ ആരെങ്കിലും പറ്റിക്കണത്. എന്നെ ഇന്നവരാരെങ്കിലും പറ്റിച്ചിട്ടുണ്ടോ? കാരണം എന്താ? എനിക്ക് ബുദ്ധിയുണ്ട്. അനു തിരക്കിലായിരിക്കുമല്ലേ? അതെ. അനുവിനെ കഴിഞ്ഞ ആഴ്ച ആലപ്പുഴയിലെ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിൽക്കുന്നത് കണ്ടിരുന്നല്ലോ. അതെ, ഞാൻ അവിടെ നിന്നാണ് സ്വർണ്ണാഭരണങ്ങൾ വാങ്ങാറുള്ളത്. അതെന്താ, മറ്റൊരുപാട് ജുവലറികൾ അവിടെ ഉണ്ടല്ലോ, പിന്നെന്താ മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിൽ നിന്ന് തന്നെ സ്വർണ്ണാഭരണങ്ങൾ വാങ്ങുന്നത്? അതെല്ലാവർക്കും അറിയാവുന്ന കാര്യമല്ലേ. ഗുണമേന്മയിലും വിശ്വസ്തതയിലും 2 പതിറ്റാണ്ടിന്റെ പാരമ്പര്യമുള്ള മുല്ലയ്ക്കൽ പ്രിൻസ് ജുവലറിയിലെ ഏറ്റവും ചെറിയ ആഭരണങ്ങളിൽ പോലും 916 BIS ഹോൾമാർക്ക് മുദ്ര ഉറപ്പുവരുത്തുന്നു. ആരുടെയും സങ്കല്പത്തിന് അനുയോജ്യമായ വ്യത്യസ്തതരം ഡിസൈൻസ്. അങ്ങനെയാവുമ്പോൾ പണിക്കൂലി കൂടുതലായിരിക്കും അല്ലേ? ഏറ്റവും കുറഞ്ഞ പണിക്കൂലി.
മാത്രമല്ല 916 BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ മാറ്റി വാങ്ങുമ്പോൾ വിലയിലോ തൂക്കത്തിലോ കുറവ് വരുന്നില്ല. അപ്പോൾ ശരിക്കും ഹീറോ മുല്ലക്കൽ പ്രിൻസ് ജ്വല്ലറി ആണല്ലേ? അത് പിന്നെ പറയാനുണ്ടോ? 100% BIS ഹോൾമാർക്കഡ് സ്വർണ്ണാഭരണങ്ങൾ വിൽക്കുന്ന സ്വർണ്ണാഭരണശാല പ്രിൻസ് ജ്വല്ലറി, മുല്ലക്കൽ, ആലപ്പുഴ. വാർത്തകൾ തുടരുന്നു. നീതിന്യായ മേഖലയിൽ സ്വയം തൊഴിൽ വിഭാഗമായി സുദീർഘമായ സേവനമാണ് അഭിഭാഷക ഉമസ്തന്മാർ നടത്തുന്നതെന്ന് ധനകാര്യമന്ത്രി KM മാണി. കേരള അഡ്വക്കേറ്റ്സ് ക്ലാർക്ക് അസോസിയേഷൻ 23ാം കോട്ടയം ജില്ലാ സമ്മേളനം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. വ്യവസ്ഥയിലെ അടിസ്ഥാന ശിലകളിൽ ഒന്നാണ് നമ്മുടെ വക്കീൽ ഗുമസ്തന്മാർ എന്ന് പറയട്ടെ. അങ്ങനെ വക്കീൽ ഗുമസ്തന്മാരുടെ സ്ഥാനം ശരിക്കും മനസ്സിലാക്കിക്കൊണ്ട് അവർക്ക് മാന്യമായ നിലയിൽ, അവരുടെ ആ ജോലിക്ക് മാന്യമായ നിലയിൽ അവർക്ക് ഉള്ള അംഗീകാരം നൽകുകയും അവരുടെ ക്ഷേമം ഉറപ്പുവരുത്തുന്നതിന് ആവശ്യമായ നടപടികൾ ഉണ്ടാവുകയും ചെയ്യുന്നത് ആവശ്യമാണെന്നുള്ളതിന് രണ്ട് അഭിപ്രായമില്ല. അഡ്വക്കേറ്റ് ക്ലാർക്കുമാരുടെ ആവശ്യങ്ങൾ ന്യായമാണെന്നും ഇത് അനുഭാവപൂർവ്വം പരിഗണിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ചങ്ങനാശ്ശേരി ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ ഓഡിറ്റോറിയത്തിൽ നടന്ന സമ്മേളനത്തിൽ അഡ്വക്കേറ്റ് ജോ മൈക്കിൾ അധ്യക്ഷത വഹിച്ചു. CF തോമസ് MLA മുഖ്യപ്രഭാഷണം നടത്തി. വെബ്സൈറ്റ് ഉദ്ഘാടനം അഡ്വക്കേറ്റ് P രവീന്ദ്രനാഥ് നിർവഹിച്ചു. മുതിർന്ന വക്കീൽ ഗുമസ്തന്മാരെ അഡ്വക്കേറ്റ് K മാധവൻപിള്ള ആദരിച്ചു. ചടങ്ങിൽ PP രാഘവൻ, സുധീർ ബാബു, ഗോപാലകൃഷ്ണൻ നായർ, അഡ്വക്കേറ്റ് A സന്തോഷ് തുടങ്ങിയവർ പങ്കെടുത്തു. ടൂറിസം സീസൺ പടിവാതിക്കൽ എത്തി നിൽക്കവേ ആലപ്പുഴ ജില്ലയിലെയും കുമരകത്തെയും ഹൌസ് ബോട്ട് മേഖല ഉഷാറായി തുടങ്ങി. കഴിഞ്ഞ തവണത്തേതിനേക്കാളും സഞ്ചാരികൾ ഇക്കുറി എത്തിച്ചേരുമെന്നാണ് ടൂറിസം സംരംഭകരുടെയും ഹൌസ് ബോട്ട് ഉടമകളുടെയും പ്രതീക്ഷ. സീസൺ തുടങ്ങുമ്പോൾ അനധികൃത ഹൌസ് ബോട്ടുകൾ സഞ്ചാരികളുമായി കറങ്ങുന്നത് തടയാൻ നടപടികൾ ഒന്നും ആയിട്ടില്ല. ഇത് ഈ രംഗത്ത് നിയമാനുസൃതം പ്രവർത്തിക്കുന്നവരിൽ ആശങ്കകൾ ഉണ്ടാക്കുന്നു. ഒക്ടോബർ മുതൽ ജനുവരി വരെയുള്ള കാലയളവാണ് ടൂറിസം സീസൺ. എന്നാൽ ഏപ്രിൽ വരെ സഞ്ചാരികളുടെ ഒഴുക്കുണ്ടാകും എന്ന പ്രതീക്ഷയാണ് മേഖലയ്ക്കുള്ളത്. ജില്ലാ ടൂറിസം പ്രൊമോഷൻ കൌൺസിലിന്റെ പക്കലുള്ള കണക്ക് പ്രകാരം 676 ഹൌസ് ബോട്ടുകൾക്കാണ് ലൈസൻസ് അനുവദിച്ചിട്ടുള്ളത്. അടുത്തിടെ പോർട്ട് അധികൃതരും പോലീസും സംയുക്തമായി നടത്തിയ പരിശോധനയിൽ മതിയായ രേഖകളില്ലാത്ത 98 ബോട്ടുകൾക്ക് സ്റ്റോപ്പ് മെമ്മോ നൽകിയിരുന്നു. എന്നാൽ സീസണിൽ തിരക്ക് വർദ്ധിക്കുന്നതോടെ ഈ ഹൌസ് ബോട്ടുകളും സഞ്ചാരികളുമായി കളത്തിലിറങ്ങുവാനാണ് സാധ്യത. സഞ്ചാരികൾക്ക് ബുദ്ധിമുട്ടുണ്ടാകാത്ത വിധം ഹൌസ് ബോട്ടുകൾ കായലിൽ വെച്ച് പരിശോധന നടത്താനാണ് അധികൃതരുടെ തീരുമാനം. സംസ്ഥാന യുവജനക്ഷേമ വകുപ്പിന്റെയും നെടുമുടി ഗ്രാമപഞ്ചായത്തിന്റെയും സംയുക്താഭിമുഖ്യത്തിൽ സംഘടിപ്പിച്ച കേരളോത്സവത്തിന് തുടക്കമായി. ശനി ഞായർ ദിവസങ്ങളിലായാണ് കേരളോത്സവം നടക്കുക. നെടുമുടി NS ഹയർ സെക്കൻഡറി സ്കൂൾ അങ്കണത്തിലാണ് നെടുമുടി പഞ്ചായത്തിന്റെ പരിപാടികൾ നടക്കുക. ചമ്പക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് മോൻസി സോണി ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് P രത്നമ്മ ടീച്ചർ അധ്യക്ഷയായി. വൈസ് പ്രസിഡന്റ് KP അനിയപ്പൻ കേരളോത്സവത്തിലെ മത്സരങ്ങളെക്കുറിച്ച് സംസാരിച്ചു. കഴിഞ്ഞ കുറെ വർഷങ്ങളായിട്ട് നെടുമുടി ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം വലിയ ജനകീയ പങ്കാളിത്തത്തോടുകൂടിയാണ് നടത്തപ്പെടുന്നത്. നമ്മുടെ നാട്ടിലെ സ്കൂൾ തലങ്ങളിലും കോളേജ് തലങ്ങളിലും അവരുടെ കായികക്ഷമത പരിശീലിപ്പിക്കാൻ കഴിയാതെ പോയ ഇവിടുത്തെ യുവജനങ്ങൾക്ക് വേണ്ടി നെടുമുടി ഗ്രാമപഞ്ചായത്ത് വളരെ നല്ല നിലയിലാണ് കേരളോത്സവം സംഘടിപ്പിക്കപ്പെട്ടിട്ടുള്ളത്. കഴിഞ്ഞ കാലങ്ങളിൽ നീന്തൽ രംഗത്ത് നമുക്ക് സംസ്ഥാന ലെവലിൽ തന്നെ വലിയ നിലയിൽ പ്രൈസുകൾ നേടുന്നതിനും അതോടൊപ്പം തന്നെ ജില്ലാ ബ്ലോക്ക് ലെവലുകളിൽ സ്പോർട്സ് രംഗത്തും അത്ലറ്റിക് രംഗത്തും ഒട്ടേറെ കായിക പ്രതിഭകളെ വളർത്തിയെടുക്കുവാനായിട്ട് നെടുമുടി ഗ്രാമപഞ്ചായത്തിന്റെ കേരളോത്സവത്തിലൂടെ കഴിഞ്ഞിട്ടുണ്ട്. AB മുരളി, യശോദ സുകുമാരൻ, നിർമ്മല ഗണേഷ്, NK ബാലൻ എന്നിവർ സംസാരിച്ചു. കായിക മത്സരങ്ങളാണ് ശനിയാഴ്ച നടന്നത്. കലാമത്സരങ്ങൾ ഞായറാഴ്ച അരങ്ങേറും. പഞ്ചായത്ത് തല മത്സരങ്ങളിൽ വിജയിക്കുന്നവർക്ക് വേണ്ടി ബ്ലോക്ക്, ജില്ലാ, സംസ്ഥാന തലങ്ങളിലും മത്സരം നടക്കും. കലാസാംസ്കാരിക ഇനങ്ങളിൽ 1ാം സ്ഥാനം നേടുന്നവർക്ക് ദേശീയ യുവജനോത്സവത്തിലും പങ്കെടുക്കാം. കുട്ടനാട് താലൂക്ക് NSS യൂണിയന്റെ ആഭിമുഖ്യത്തിൽ കരയോഗ പ്രവർത്തക യോഗം നടന്നു. ശനിയാഴ്ച വിദ്യാധിരാജ ഓഡിറ്റോറിയത്തിൽ നടന്ന യോഗം താലൂക്ക് യൂണിയൻ പ്രസിഡന്റ് PK രാധാകൃഷ്ണ പണിക്കർ ഉദ്ഘാടനം ചെയ്തു. ഇത് പൂർണ്ണമായി ഉൾക്കൊണ്ടുകൊണ്ട് നമ്മുടെ ഓരോ കരയോഗ സമിതികൾ ഓരോ ഭവനങ്ങളിൽ കയറിയിറങ്ങി അവിടെ ഏത് രീതിയിലുള്ള ആനുകൂല്യങ്ങൾക്ക് അർഹതയുള്ള ആളുകളുണ്ടോ അവരെ കണ്ടുപിടിച്ച് അവരെ ഭാരം ഇവിടെ ഭാരമാണ് അത് പൂരിപ്പിച്ച് പഞ്ചായത്തിലോ ബ്ലോക്കിലോ ഏതൊക്കെ തലങ്ങളിലേക്ക് കൊണ്ടുപോകുന്ന നിങ്ങളെ പറ്റിയിട്ട് ആധികാരികമായി ഇവിടെ പറയുവാൻ ഇതുമായി കൈകാര്യം ചെയ്യുന്ന ശ്രീ വാസുദേവനുണ്ട്, ജയകുമാറുണ്ട്, ശ്രീ രാധാകൃഷ്ണനൊക്കെ ഉണ്ട്. അവരൊക്കെ വിശദീകരിച്ചേക്കും. ഈ ആനുകൂല്യങ്ങൾ പരമാവധി പൂർണ്ണമായി നമ്മുടെ എല്ലാ ഭവനങ്ങളിലും വാങ്ങിക്കൊടുക്കുവല്ല ഒരു ചെറിയ ഉത്തരവാദിത്വം നമ്മളുടെ ഏറ്റെടുത്തുകൊണ്ട് അത് പൂർണ്ണതയിൽ എത്തിക്കുവാൻ സ്നേഹനിധിയായി
പല ജോലി തിരക്കുണ്ടെങ്കിലും കല്യാണ പ്രവർത്തനങ്ങളിൽ ജാഗ്രത പുലർത്തുന്ന നിങ്ങൾ അതിന് അവസരം കണ്ടെത്തിക്കൊണ്ട് അത് പൂർണ്ണതയിലേക്കാക്കുന്നത് ഒരു വലിയൊരു കടപ്പാടാണ് ആ കുടുംബമായി നമുക്കുണ്ടാകുന്നത്. സർക്കാരിൽ നിന്നും ലഭിക്കുന്ന വിവിധ പെൻഷൻ പദ്ധതികളെക്കുറിച്ച് താലൂക്ക് യൂണിയൻ കമ്മിറ്റി അംഗം കാവാലം ഗ്രാമപഞ്ചായത്ത് അംഗവുമായ ഉദയകുമാർ ക്ലാസ് നടത്തി. തകഴി കരയോഗം സെക്രട്ടറിയും തകഴി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റുമായ KG രാധാകൃഷ്ണൻ, വാസുദേവൻ, രാജശേഖരൻ, ഉണ്ണികൃഷ്ണൻ തുടങ്ങിയവർ സംസാരിച്ചു. പായിപ്പാട് ഗ്രാമപഞ്ചായത്ത് കേരളോത്സവം 2014 ശനിയാഴ്ച തുടക്കമായി. പായിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടക്കുന്ന കേരളോത്സവം ഞായറാഴ്ച സമാപിക്കും. കേരളോത്സവത്തിന് തുടക്കം കുറിച്ചുകൊണ്ട് ഗ്രാമപഞ്ചായത്ത് ഓഫീസിന് മുന്നിൽ നിന്നും സാംസ്കാരിക ഘോഷയാത്ര നടന്നു. പമ്പമേളം, ശിങ്കാരിമേളം, നിശ്ചല ദൃശ്യങ്ങൾ, തെയ്യക്കോലങ്ങൾ തുടങ്ങിയവ ഘോഷയാത്രയ്ക്ക് മിഴിവേകി. അയൽക്കൂട്ടം അംഗങ്ങളും സ്കൂൾ കുട്ടികളും ഉൾപ്പെടെ ആയിരങ്ങൾ ഘോഷയാത്രയിൽ അണിചേർന്നു. തുടർന്ന് പായിപ്പാട് ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂളിൽ നടന്ന സമ്മേളനം CF തോമസ് MLA ഉദ്ഘാടനം ചെയ്തു. ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സിബിച്ചൻ ഓട്ടത്തിൽ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ കലാകായിക മത്സരങ്ങളുടെ ഉദ്ഘാടനം മാടപ്പള്ളി ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് ബിജി മൂലയിൽ നിർവഹിച്ചു. ചടങ്ങിൽ എബി വർഗീസ്, ബിനു ജോബ്, ജയൻ ഗോപാലൻ, മുഹമ്മദ് ഇസ്മയിൽ തുടങ്ങിയവർ സംസാരിച്ചു. കിഡ്നി ഫെഡറേഷൻ ഓഫ് ഇന്ത്യ ചെയർമാൻ ഫാദർ ഡേവിഡ് ചിറമേൽ നയിക്കുന്ന മാനവ കാരുണ്യയാത്രയ്ക്ക് ചങ്ങനാശ്ശേരിയിൽ സ്വീകരണം നൽകി. ചങ്ങനാശ്ശേരി മർച്ചന്റ് അസോസിയേഷനും താലൂക്ക് റെസിഡൻസ് അസോസിയേഷനും ജനമൈത്രി പോലീസും സംയുക്തമായി സംഘടിപ്പിച്ച സ്വീകരണ സമ്മേളനം ചങ്ങനാശ്ശേരി MLA CF തോമസ് ഉദ്ഘാടനം ചെയ്തു. കേരളത്തിന്റെയും നമ്മുടെ രാജ്യത്തിന്റെയും ലോകത്തിന്റെയും ശ്രദ്ധയിൽപ്പെട്ട സംഭവം നമുക്കറിയാം. സുപ്രധാനമായ സംഭവം കേരളത്തിന്റെ സാമൂഹ്യ രംഗത്ത് വൻപിച്ച ഒരു വഴിത്തിരിവിന് കാരണമാക്കി എന്ന് തന്നെ പറയാം. അച്ഛൻ പൊതുരംഗത്ത് നിന്നുകൊണ്ട് ഒരു പാവപ്പെട്ടവനായ ഗോപിനാഥന്റെ അസുഖം, കിഡ്നി സംബന്ധമായ അസുഖത്തിന് ഒരു കിഡ്നി നൽകുക എന്നുള്ളൊരാവശ്യം വന്നപ്പോൾ ഒരു കത്തോലിക്ക പുരോഹിതൻ തന്റെ ഒരു കിഡ്നി അതിനുവേണ്ടി കൊടുക്കുന്നുവെന്ന് പ്രഖ്യാപിച്ചുകൊണ്ട് തന്റെ കിഡ്നി ദാനം നടത്തി ആ ജീവൻ രക്ഷിച്ചപ്പോൾ കേരളം ആ വാർത്ത ഏറെ സന്തോഷത്തോടും അഭിമാനത്തോടും കൂടി സ്വീകരിക്കും. മുനിസിപ്പൽ ചെയർപേഴ്സൺ കൃഷ്ണകുമാരി രാജശേഖരൻ അധ്യക്ഷത വഹിച്ച ചടങ്ങിൽ ഫാദർ ഡേവിഡ് ചിറമേൽ മുഖ്യപ്രഭാഷണം നടത്തി. രാജൻ തോപ്പിൽ, ഫാദർ സെബാസ്റ്റ്യൻ പുന്നശ്ശേരി, മുഹമ്മദ് നദീർ മൗലവി, KV ശശികുമാർ, ജോൺസൺ ജോസഫ്, പ്രൊഫസർ ആനന്ദക്കുട്ടൻ എന്നിവർ പങ്കെടുത്തു. രാവിലെ 9:30 കുരിശുമൂട്ടിൽ നിന്നും ആരംഭിച്ച മാനവകാരുണ്യയാത്ര പാറയിൽപ്പള്ളി റെയിൽവേ സ്റ്റേഷൻ, പാലാത്രച്ചിറ, മധുമൂല, SB കോളേജ് വഴി പെരുന്ന മുനിസിപ്പൽ പ്രവേശന സ്റ്റാൻഡിലെ സ്വീകരണവേദിയിൽ എത്തിച്ചേർന്നു. പരിപാടിയോടനുബന്ധിച്ച് ഒക്ടോബർ 21 തീയതി മുനിസിപ്പൽ ടൗൺ ഹാളിൽ വൃക്കരോഗ പരിശോധനയും നടക്കും. എടത്വ സെന്റ് അലോഷ്യസ് കോളേജ് 50ന്റെ നിറവിൽ. ഒരു വർഷം നീണ്ടു നിൽക്കുന്ന സുവർണ ജൂബിലി ആഘോഷങ്ങളുടെ ഉദ്ഘാടനം ഒക്ടോബർ 20 കേരള ഗവർണർ ജസ്റ്റിസ് P. സദാശിവം നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ വാർത്താ സമ്മേളനത്തിൽ അറിയിച്ചു. ചങ്ങനാശ്ശേരി ആർച്ച് ബിഷപ്പ്, എമിനന്റ് ആർച്ച് ബിഷപ്പ്, എമിറേറ്റ് ആർച്ച് ബിഷപ്പ് ജോസഫ് പൗവത്തിൽ പിതാവ് ദീപം കൊളുത്തി ആണ് ഇത് തുടങ്ങുന്നത്. ഇതിൽ നമ്മുടെ 3 പൂർവ്വ വിദ്യാർത്ഥികൾ അർജുന അവാർഡ് ജേതാക്കളായ സെബാസ്റ്റ്യൻ സേവ്യർ, ജോൺസൺ, സജി തോമസ് ഈ അടുത്ത നാളിൽ അർജുന അവാർഡ് കിട്ടിയ ഇവർ 3 പേരും ഇതിൽ പങ്കെടുക്കുന്നു. ആദ്യവും അവസാനത്തെയും ലാപ്പിൽ ഈ ദീപശിഖയും ഏന്തി ഓടുന്നത് അർജുന അവാർഡ് ജേതാക്കളായി. ഇതിന് 15-ൽ അധികം സ്വീകരണ കേന്ദ്രങ്ങളുണ്ട് ഈ വരുന്ന വഴി. ഇതിൻ്റെ റൂട്ട് ചങ്ങനാശ്ശേരി കത്തീഡ്രൽ ചർച്ചിൽ നിന്ന് തുടങ്ങിയിട്ട് SB കോളേജിൽ ആദ്യത്തെ സ്വീകരണ കേന്ദ്രം, SB കോളേജിൽ തന്നെ വെച്ച് അസംഷൻ കോളേജിൻ്റെ സ്വീകരണം അവിടെ തന്നെയാണ്.
ആഘോഷങ്ങളുടെ മുന്നോടിയായി കോളേജിന്റെ സ്ഥാപക രക്ഷാധികാരി മാർ മാത്യു കാവുകാട് പിതാവിന്റെയും സിറിയക്കച്ചന്റെയും ഛായാചിത്രവും വഹിച്ചുകൊണ്ടുള്ള പ്രയാണം കോളേജിൽ എത്തിച്ചേരും. വാർത്താസമ്മേളനത്തിൽ പ്രിൻസിപ്പൽ ഡോക്ടർ പി സി അനിയൻകുഞ്ഞ്, ജനറൽ കൺവീനർ ഡോക്ടർ ജോച്ചൻ ജോസഫ്, പ്രൊഫസർ ജെറോം പി വി എന്നിവർ പങ്കെടുത്തു. ഇനി ചരമവാർത്തകൾ. പുളിങ്കുന്ന് കണ്ണാടി മണിയല വീട്ടിൽ എൻ പൊന്നച്ചൻ നായർ നിര്യാതനായി. 80 വയസ്സായിരുന്നു. സംസ്കാരം പിന്നീട്. ചേന്നങ്കരി കളത്തിപ്പറമ്പിൽ വീട്ടിൽ ജോമോൻ ജോസഫ് നിര്യാതനായി. 41 വയസ്സായിരുന്നു. സംസ്കാരം തിങ്കളാഴ്ച 10 ചേന്നങ്കരി ലൂർദ് മാതാ ദേവാലയ സെമിത്തേരിയിൽ. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. അടച്ചുപൂട്ടുന്ന ബാറുകളും ബിവറേജുകളും, വ്യാപകമാകുന്ന കള്ളവാറ്റും കഞ്ചാവും. അസംബന്ധമാകുന്ന കോടതി വിധികൾ. കോളേജുകളിൽ രാഷ്ട്രീയം നിരോധിച്ചത് ഏറ്റവും വലിയ അസംബന്ധമെന്ന് നിയമ സർവകലാശാല മുൻ വൈസ് ചാൻസലർ ഡോക്ടർ NK ജയകുമാർ. കർഷകർക്ക് കൂനിൽ മേൽക്കുരുവായി മില്ലുകാരുടെ നെല്ല് കിഴിവ്. 1 കിൻഡലിൽ 10 മുതൽ 13 കിലോ വരെ നെല്ല് കുറയ്ക്കുന്നതായി പരാതി. ഇതോടെ വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.